The Real FM 103.6. ശ്രദ്ധ. കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നിട്ട് 4 മാസം കഴിഞ്ഞു. 2024 ജൂലൈ 30 എന്ന ദിവസം നമുക്ക് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് ഓരോ ദിനവും ഓരോ യുഗമാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ട വേദന, ഉറുമ്പ് അരിമണി കൂട്ടിവെക്കും പോലെ ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് കൈവിട്ടുപോയത്. മനുഷ്യനെ ചുട്ടുപൊള്ളിക്കുന്ന ഏറ്റവും വലിയ അവസ്ഥയാണ് നിസ്സഹായത. അത് അനുഭവിക്കുന്നവർക്കും കണ്ടു നിൽക്കുന്നവർക്കും ഒരേപോലെ വേദന നൽകുന്നതാണ്. ഇവിടെ പുനരധിവാസം എന്നത് വലിയ കടമ്പയും. ദുരന്തബാധിതൻ മൻസൂർ കല്ലുടുമ്പൻ ശ്രദ്ധയോട്. ചൂരൽമല കച്ചവടം നടത്തുന്ന എനിക്ക് സ്ഥാപനമുണ്ട്. അതുപോലെ തന്നെ മുണ്ടക്കൈ പ്രദേശത്ത് കേബിൾ TV ഓപ്പറേറ്ററാണ്. അപ്പോൾ ഞങ്ങള് ചൂരൽമല ടൗൺ എന്നുള്ളത് ഏകദേശം ഒരു 10-60 കച്ചവടക്കാരുള്ള ഒരു ടൗൺ ആണ്. ഒറ്റ രാത്രി കൊണ്ട് എല്ലാ സംവിധാനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടാണ് ദുരന്തം വന്നത്. അതുമൂലം ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ എന്നുള്ളത് സർക്കാർ സംവിധാനത്തിൽ നിന്ന് കച്ചവടക്കാർ എന്ന നിലക്ക് ഞങ്ങൾക്ക് ഒരു സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം അവിടുത്തെ കച്ചവടക്കാരുടെ സ്ഥിതി എന്നുള്ളത് അവിടെ നിരവധി ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ലോണ് അടവ് തെറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടതും തീർത്തും ഒറ്റപ്പെട്ട് വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇപ്പോൾ എല്ലാവരും താമസിക്കുന്നത്. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഫാമിലികളുണ്ട്. ദുരന്തം തീർത്തും ഈ പ്രദേശവാസികളെ 10, 11, 12 വാർഡിലെ ദുരന്തം ബാധിതരെ തീർത്തും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ദുരന്തം കഴിഞ്ഞപ്പോൾ വളരെയധികം പ്രയാസത്തിലാണ് ഞങ്ങള്. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പുനരധിവാസ സംവിധാനങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യവശാല് പുനരധിവാസ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രദേശത്തെ നിരവധി ആളുകൾ ആ ലിസ്റ്റിൽ നിന്നും ഔട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 70ഓളം ഡബിൾ എൻട്രികൾ ആ ലിസ്റ്റിൽ കയറി വന്നിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാവരും നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജീവിതമാർഗമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പ്രദേശത്തെ ആളുകൾ. പക്ഷെ ഇപ്പോ തീർത്തും സർവ്വതും നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇനിയും 40ഓളം DNA ടെസ്റ്റുകൾ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. അതുമൂലം വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. DNA ടെസ്റ്റ് ലഭിക്കാത്തത് കൊണ്ട് ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അതായത് മരിച്ചവർക്ക് കിട്ടേണ്ട സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. തെരച്ചിൽ എന്നുള്ള ഒരു സംവിധാനം ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ആ സഹായം എത്രയും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ട കാര്യങ്ങളും ചെയ്യണമെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വിദ്യാലയങ്ങൾ നാടിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചമാണ് ഒറ്റ രാത്രി കൊണ്ട് കെട്ടുപോയത്. അത് തിരിച്ചു പിടിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് ആ നാടിപ്പോൾ. വെള്ളാർമല GV ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. കഴിഞ്ഞ ജൂലൈ 29 ഇരുട്ടി വെളുത്തപ്പോഴാണ് നമുക്ക് ഈ ഒരു വലിയ അപകടം ഉണ്ടായത്. പക്ഷെ അപകടം ഉണ്ടായി, വിദ്യാലയം ഭാഗികമായി നശിച്ചു. അതിനുശേഷമുള്ള സർക്കാരിന്റെ ഞങ്ങൾക്ക് മേലുള്ള സംരക്ഷണം വളരെ വലുതായിരുന്നു. ഈ ദുരന്തം ഉണ്ടായ അന്ന് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഞങ്ങളുടെ സ്കൂളിന്റെ ഓഫീസ് മേപ്പാടി സ്കൂളിനോട് ചേർന്നുള്ള ലൈബ്രറി കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ മിസ്സിംഗ് ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റുകൾ അധ്യാപകരിൽ നിന്നും വളരെ വേഗം ശേഖരിക്കുകയും പെട്ടെന്ന് തന്നെ അത് തിരുവനന്തപുരത്ത് ആ ലിസ്റ്റ് എത്തുകയും അനന്തര നടപടികൾ വേഗം കൈക്കൊള്ളുകയും ചെയ്തു. ഉടനെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ വിദ്യാലയത്തിലെത്തുകയും അവിടെ 1 മാസത്തോളം ക്യാമ്പ് ചെയ്ത് വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുകയുമാണ് ഉണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി അടക്കം DPI ഷാനവാസ് സാറ്, അതോടൊപ്പം തന്നെ DD ശശീന്ദ്രവ്യാസ് സാറ്, DEO ശരചന്ദ്ര സാറ്, പിന്നെ SSKയിലെ ഉദ്യോഗസ്ഥര്, ഡയറ്റിലെ പ്രിൻസിപ്പള്, മേപ്പാടി ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ എന്ന് വേണ്ട എല്ലാവരും സർവ്വസന്നാഹങ്ങളും നമ്മുടെ സ്കൂളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ ഫലമായിട്ട് തന്നെ നമ്മളുടെ സ്കൂളിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിഞ്ഞു. പുനഃപ്രവേശനോത്സവത്തോടുകൂടി മേപ്പാടി സ്കൂളിൽ വെള്ളാർമല സ്കൂള് റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും പഠന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ കിട്ടുന്നുണ്ട്. സ്കൂൾ കെട്ടിടം ആയില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും, ഡെസ്ക്, ബെഞ്ച്, കസേരകള്, ബോർഡുകള്, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ബാഗ്, കുട, ചെരുപ്പ്, പഠനോപകരണങ്ങൾ എല്ലാം സർക്കാരിൽ നിന്നും മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്നും ഒക്കെ ലഭിച്ചു. ഇനി വേണ്ടത് ഒരു സ്കൂൾ കെട്ടിടമാണ്. അത് ഈ ടൗൺഷിപ്പ് വരുന്നതോടുകൂടി
ഞങ്ങൾക്ക് നല്ലൊരു സ്കൂൾ കെട്ടിടം ഞങ്ങൾക്കുണ്ടാവുമെന്ന് ഉള്ള പ്രത്യാശയിലാണ് ഞങ്ങൾ. അത് ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം വിദ്യാഭ്യാസ മന്ത്രി നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പ് അത് പാലിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ ഈ ദുരന്ത ബാധിതരായ 97 കുട്ടികളെ മാനസികമായിട്ടുള്ള ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കലാമേളയിലൊക്കെ അവതരിപ്പിച്ചു. ഇനിയിപ്പോ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിജീവിക്കുകയാണ്. ആ അതിജീവനം ഈ വർഷം നല്ലൊരു മികച്ച റിസൾട്ട് ഞങ്ങൾക്ക് നേടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ പ്രളയബാധിതരായ ഓരോ കുടുംബത്തിനും ഓരോ പ്ലാൻ എന്ന രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കണം. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം അതിജീവിച്ച ആളുകളുടെ പുനരധിവാസം വളരെ വേഗത്തിലും കൃത്യമായും വളരെ നീറ്റായും നമുക്ക് നടപ്പിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 5 മാസത്തോളം പൂർത്തിയാകുമ്പോൾ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് എത്ര ആളുകളെ പുനരധിവസിപ്പിക്കണം, അത് ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് ക്രിയാത്മകമായ ഒരു ചർച്ച നടക്കുകയും വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾ, ഭാഗികമായി വീടുകൾ തകർന്ന ആളുകൾ, പൂർണ്ണമായി വീട് തകർന്ന ആളുകൾ, വാടകയ്ക്ക് താമസിച്ച ആളുകൾ, അതിനോടൊപ്പം പാടികളിൽ താമസിച്ച ആളുകൾ, പുതിയ കമ്മിറ്റിയുടെ ജോൺ മത്തായി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി അവിടെ താമസിക്കുന്നത് അപകടമാണെന്ന് കണ്ടെത്തിയ ആളുകൾ, ഇവരുടെ പുനരധിവാസവും അതിനോടൊപ്പം അവരുടെ ഉപജീവന മാർഗവുമായി കടകൾ, മറ്റ് വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്ന ആളുകളുടെ മുഴുവൻ വരുമാനവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ആ വരുമാനം തിരിച്ചെത്തിക്കുക എന്നുള്ളതിന് അവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായം ഉണ്ടാവണം. അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ഉപജീവന മാർഗത്തിനുള്ള നഷ്ടം നമ്മൾ നികത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം അവരുടെ കൃഷിഭൂമിയിൽ നല്ല രീതിയിൽ കാർഷിക വിളകൾ കൃഷി ചെയ്ത്, പ്രത്യേകിച്ച് ഏലമടക്കമുള്ള കാർഷിക വിളകൾ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളുടെ മുഴുവൻ കൃഷിഭൂമിയും നശിച്ചുപോയി. ആ ആളുകൾക്ക് കാർഷിക മേഖലയിൽ ഒരു പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള പരിഗണന ഉണ്ടാവുക. ആ പ്രദേശത്തെ ആളുകൾ മുഴുവൻ സാമ്പത്തികമായി വിവിധ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തുകൊണ്ടാണ് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയതും അവരുടെ ഭവന നിർമ്മാണം പൂർത്തിയാക്കിയതും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ചെലവഴിച്ചതും. ആ സാമ്പത്തിക ബാധ്യത സർക്കാർ സംവിധാനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളാനുള്ള നടപടികൾ സ്വീകരിക്കുക, കേരള സർക്കാർ അതിനോടൊപ്പം CMDRFന്റെ പണം കൂടി ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായി ഒരു ബാധ്യതയും പുനരധിവാസത്തിന്റെ ഭാഗമായി അവർക്ക് ഉണ്ടാവാതെ അവരുടെ ബാധ്യതകളും ഏറ്റെടുത്താൽ മാത്രമേ അവർക്കൊരു പുതിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതിനോടൊപ്പം അവർക്ക് ആവശ്യമുള്ള തുടർ ചികിത്സകൾ, കാരണം ഗുരുതരമായി പരിക്ക് പറ്റിയ ആളുകളാണ് ദുരന്തത്തെ അതിജീവിച്ചു വന്ന ആളുകൾ. അവർക്ക് വിവിധ തരത്തിലുള്ള ചികിത്സകൾ, ആയുർവേദ ചികിത്സയും മറ്റ് ആശുപത്രികളിലെ ചികിത്സകളും അവർ നിരന്തരം ഇപ്പോൾ ചികിത്സയിൽ ഉണ്ടായിരിക്കുന്ന ആളുകളാണ്. അവർക്ക് അത്തരം ചികിത്സകളൊക്കെ ഇപ്പോൾ സാമ്പത്തിക ബാധ്യത കാരണം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ തുടർ ചികിത്സ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണുകയും തുടർ ചികിത്സ സർക്കാർ തലത്തിൽ ഏറ്റെടുക്കുക. ഇതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു കുടുംബത്തിന് ഒരു പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗം എന്തായിരുന്നു, അവർ എങ്ങനെയായിരുന്നു അവിടെ താമസിച്ചത്, സ്വന്തം വീട്ടിലാണോ വാടക വീട്ടിലാണോ, അവരുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട്, അവർക്ക് എന്തായിരുന്നു ജോലി ഉണ്ടായിരുന്നത്, അവർക്ക് എത്ര കൃഷിഭൂമിയുണ്ട്, അവർക്ക് എത്ര ബാങ്കുകളിൽ വായ്പയുണ്ട്, അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് അവരുടെ ഒരു പ്ലാൻ ഉണ്ടാക്കി അത് നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ പുനരധിവാസം പൂർത്തിയാകുന്നത്. സർക്കാർ ജനങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേരള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. ചൂരൽമലയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ തയ്യാറെടുപ്പുകളോടെയാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ജൂലൈ 30 ദുരന്തമുണ്ടായി 2 മാസക്കാലം തികയുന്നതിന് മുമ്പ് തന്നെ അവിടെ ദുരന്തബാധിതരുമായി പുനരധിവാസത്തെ കുറിച്ചിട്ടുള്ള ആശയം ചർച്ച ചെയ്തു. ദുരന്ത പ്രദേശത്തെ സ്ഥലങ്ങളിൽ വീണ്ടും താമസിക്കാൻ പറ്റുന്ന ഇടങ്ങൾ ഏത് എന്ന് ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു. അങ്ങനെ വന്നപ്പോ അവിടെ ഉണ്ടായ ജനങ്ങളുടെ മൊത്തം അഭിപ്രായങ്ങൾ 2 ആയിരുന്നു. 1, ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ അവസരം ഉണ്ടാകണം. 2, അധിക ദൂരത്തേക്ക് ഞങ്ങളെ പറിച്ചു നടരുത്. ഈ 2 ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന ആശയം നടപ്പിലാക്കാൻ കഴിയുന്ന വിവിധങ്ങളായ പ്ലാന്റേഷനുകളെ സർക്കാർ അന്വേഷിച്ചു. അങ്ങനെ വരുമ്പോൾ അതിന്റെ ചുറ്റുവട്ടത്തുള്ളത് 25 പ്ലാന്റേഷനുകളാണ്. മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പറ്റ നഗരത്തിലെ തന്നെ എൽസ്ട്രോൺ എസ്റ്റേറ്റും. ഈ 2 എസ്റ്റേറ്റുകളും ഏറ്റെടുക്കാനുള്ള തത്വത്തിൽ അംഗീകാരം ഈ ദുരന്തം നടന്ന് 2 മാസം കഴിഞ്ഞ് ഒക്ടോബർ 4 തന്നെ സർക്കാർ ഔപചാരികമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അവിടെ അതുമായി ബന്ധപ്പെട്ട് ചെറിയ ചില കേസുകൾ ഉണ്ടായത്, ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഉണ്ടായതിന്റെ കാലതാമസമായിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നതിലെ പ്രശ്നം. LAR 2013 അനുസരിച്ച് നഷ്ടപരിഹാരം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് അഡ്വാൻസ് പൊസഷൻ വേഗത്തിൽ തന്നെ കൈവശം വെക്കാനുള്ള അധികാരം തരണം എന്നാണ് കോടതിയുടെ മുമ്പാകെ സർക്കാർ ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ ഈ മാസം തന്നെ പൂർണ്ണമായ ഒരു തീർപ്പുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദുരന്ത ബാധിതരുടെ 2 ഫേസ് ആയിട്ടുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. 1ാമത്തെ ലിസ്റ്റിൽ ഫുള്ളി വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള വീടുകൾ പൂർണ്ണമായും തകർന്ന ദുരന്ത ബാധിതരുടെ ലിസ്റ്റ്. ആ ലിസ്റ്റിന്റെ തന്നെ കരടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കരട് പ്രസിദ്ധീകരിച്ചത് സർക്കാരല്ല, കരട് പ്രസിദ്ധീകരിച്ചത് ജില്ലാ കളക്ടർ ചെയർമാനും
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ്. അത് അവർക്കാണ് പ്രസിദ്ധീകരിക്കാനുള്ള അധികാരം കൊടുത്തത്. ഒരു വിധത്തിലും സർക്കാർ ഇപ്പോൾ ആ കാര്യത്തിൽ ഇടപെടുന്നില്ല. കരട് ലിസ്റ്റിൽ ഇരട്ടിപ്പുണ്ടായ ഒരു കേസും തുടർന്ന് വീണ്ടും അനുവദിക്കാൻ ആകാത്ത വിധത്തിൽ അത് അപ്പോൾ തന്നെ മാറ്റാൻ കഴിയുന്നതാണ്. ഒരു ഭീതിയും വേണ്ട. അവസാനത്തെയും ദുരന്തബാധിതനായ ഒരാളുണ്ടെങ്കിൽ അയാൾ ദുരന്തബാധിതൻ തന്നെ എന്നുറപ്പിക്കപ്പെട്ടാൽ ഏതു സാഹചര്യത്തിലും അവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മുന്നോട്ട് പോവുകയാണ്. ആ പുനരധിവാസം സ്ഥായിയായി പൂർത്തീകരിക്കുന്നത് വരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കപ്പെട്ടവരുടെ വീട്ടുവാടക നിർബന്ധമായും സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കാനും തയ്യാറെടുപ്പുകൾ പൂർണ്ണമായി നടത്തിയിട്ടുണ്ട്. ഒരു കുറവും ഉണ്ടാകില്ല. ഈ ദുരന്തത്തിൽ സർക്കാർ ഒപ്പമാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ കേവലം ഗവൺമെന്റ് അല്ല, ഈ ദുരന്തത്തിൽ ഒപ്പം ചേർക്കാവുന്ന മുഴുവൻ മലയാളികളുടെയും പേരാണ് സർക്കാർ. ആ സർക്കാർ ജനങ്ങളോടൊപ്പമാണ്. കണ്ണടച്ചു തുറക്കും മുൻപേ കൂടപ്പിറപ്പുകളും അച്ഛനമ്മമാരും നഷ്ടപ്പെട്ടവർ, ഉപജീവനം ഇല്ലാതായവർ, ഒറ്റപ്പെടലിന്റെ ഏകാന്തതയിൽ നീറി ജീവിക്കുന്ന ഒരു കൂട്ടം നിസ്സഹായരായ മനുഷ്യർ. ഉരുൾപൊട്ടലിന്റെ ബാക്കി പത്രങ്ങളിൽ ചിലതു മാത്രമാണിവ. വൈകുന്ന നീതി നിഷേധമാണെന്ന് തിരിച്ചറിയാൻ ഇനി ഒരു നിമിഷം പോലും വൈകരുതേയെന്ന് അധികാരികളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.